രാജ്യം യുദ്ധസഹജമായ അടിയന്തര അവസ്ഥയിലൂടെ പോകുന്നൊരു സാഹചര്യത്തിൽ കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ CPM പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിയായ സനീഷ് PR-ന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. സനീഷ് PR-ന്റെ 4 വയസ്സുള്ള മകൾക്ക് നേരെ കല്ലാക്രമണം വരെ നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പാലക്കാട് MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വരാജ് ഇടയ്ക്കൊക്കെ സമാധാന സന്ദേശം സ്വന്തം പാർട്ടിയിലെ ഭീകരവാദികൾക്കും പറഞ്ഞുകൊടുക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടിക്ക് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുദ്ധവിരുദ്ധ സന്ദേശം പങ്കിട്ട CPM നേതാവ് സ്വരാജിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം MLA രംഗത്ത് വരുന്നത്. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം കാലം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം അതിർത്തിയിലെ വെറും പൂരമാണെന്ന് പറഞ്ഞ സ്വരാജിന്റെ കുറിപ്പിനെ എത്ര മനുഷ്യസ്നേഹം തുളുമ്പുന്ന കവിത എന്നാണ് രാഹുൽ മാങ്കൂട്ടം പരിഹസിച്ച് വിമർശിക്കുന്നത്. ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രം യുദ്ധത്തിനെതിരായ സമാധാനത്തിന്റെ സന്ദേശവാഹകനാകുന്ന സ്വരാജ് ഇടയ്ക്കൊക്കെ ഈ സമാധാന സന്ദേശം സ്വന്തം പാർട്ടിയിലെ ഭീകരവാദികൾക്കും പറഞ്ഞുകൊടുക്കുന്നത് അങ്ങയുടെ കാപട്യം കുറയ്ക്കാൻ സഹായിക്കുമെന്നും മാങ്കൂട്ടം വിമർശിക്കുകയും ചെയ്തു. രാജ്യം യുദ്ധസഹജമായ അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഇന്നത്തെ ദിവസം തന്നെ കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിയായ സനീഷ് PR-ന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തിയിൽ യുദ്ധം പുകയുമ്പോഴും ആയുധം താഴെ വെക്കാൻ സ്വന്തം പാർട്ടിക്കാരെ ഉപദേശിക്കുകയും വേണം. ഈ കൊലവിളി ഇപ്പോഴെങ്കിലും നിർത്താൻ അവരോട് പറയൂ എന്നും രാഹുൽ മാങ്കൂട്ടം വ്യക്തമായി ആരോപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ശ്രീ സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിരുന്നു. അതിർത്തിയിൽ നടക്കുന്ന യുദ്ധത്തെപ്പറ്റിയും അതിൽ ഉണ്ടാകുന്ന രക്തച്ചൊരിച്ചിലിനെ പറ്റിയുമൊക്കെയാണ് വേദന ആ തികഞ്ഞ മനുഷ്യസ്നേഹിയിൽ നിന്നും ഉണ്ടാകുന്നത്. സ്വന്തം മുറ്റത്ത് മിസൈൽ പാകാത്തിടത്തോളം കാലം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം അതിർത്തിയിലെ പൂരമാണ്. എത്ര മനുഷ്യസ്നേഹം തുളുമ്പുന്ന കവിത. അല്ലയോ മനുഷ്യസ്നേഹി, അതിർത്തിക്കപ്പുറത്ത് പോകും മുമ്പ് അങ്ങേക്ക് സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ള കണ്ണൂരിലേക്ക് ഒന്ന് പോകണം. രാജ്യം യുദ്ധസഹജമായ അടിയന്തര സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഇന്നത്തെ ദിവസം പോലും കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ താങ്കളുടെ പാർട്ടി പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സനീഷ് PR-ന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പൊലിഞ്ഞ വീടുകളെപ്പറ്റി ആശങ്കപ്പെടുന്ന മനുഷ്യസ്നേഹി സനീഷിന്റെ വീട് ആക്രമിച്ചപ്പോൾ ചുടുകട്ട വന്ന് പതിച്ചത് അവന്റെ 4 വയസ്സുകാരി മകളുടെ തൊട്ടടുത്താണ്. ഇന്ത്യ അതിർത്തിയിലെ മനുഷ്യരെ സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്ന അതേ ദിവസം, എന്തിനേറെ പറയുന്നു, കണ്ണൂരിൽ പൗരനെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായ മോക്ക് ഡ്രിൽ നടത്തുന്ന അതേ സമയം തന്നെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ തീവ്രവാദികൾ കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനെയും സംസ്ഥാന ഭാരവാഹികൾ റഷീദും രാഹുൽ വെച്ചിയോട്ടും മുഹ്സിനും അടക്കമുള്ളവരെ തടഞ്ഞുവെച്ച് ആക്രമണം അഴിച്ചുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ അനുകൂലിച്ചും നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുള്ള അക്രമവും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ശക്തമാവുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം പോലെ തന്നെ പ്രതിപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള യുദ്ധവും കേരളത്തിൽ നടക്കുന്നു. 2 യുദ്ധവും എന്തിനു വേണ്ടിയാണെന്നുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലെ ജനങ്ങളെ ആക്രമിച്ചതിന്റെ തിരിച്ചടിയായാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചത്. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർത്തി വരുന്നതിന് വേണ്ടിയുള്ള വെറും നീക്കുപോക്കിന് വേണ്ടി മാത്രമാണ് എതിർ പാർട്ടിയിലുള്ളവരെ ആക്രമിക്കുകയും അവരുടെ സ്വത്തുക്കൾക്ക് കേടുപാട് വരുത്തുകയും ചെയ്യുന്നത്. തീർച്ചയായും രാഷ്ട്രീയ പകപോക്കൽ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവരെ ഇല്ലാതാക്കുന്നതിനും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കേണ്ടതും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. രാജ്യം ഭീകരർക്കെതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ തമ്മിലടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? രാജ്യത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം പരിശ്രമിക്കുമ്പോൾ രാജ്യത്ത് വീണ്ടും അക്രമം വിളിച്ചു വരുത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ ബോധം കൃത്യമായുള്ള ഓരോ പൗരനും ഓരോ വ്യക്തികളുടെ മനസ്സിനെപ്പറ്റിയും അവരുടെ രാഷ്ട്രീയ ചിന്തകളെപ്പറ്റിയും മനസ്സിലാക്കണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എപ്പോഴും നല്ല വികാരങ്ങൾ ഉണർത്തുകയും ജനങ്ങളെ സ്വതന്ത്രമായി സമാധാനത്തോടെ ജീവിക്കുന്നതിൻ്റെ അവകാശമാണ് ഉയർത്തിക്കാട്ടുന്നത്. യുദ്ധങ്ങളെപ്പറ്റി പാടിപ്പുകഴ്ത്തുമ്പോൾ, ഇല്ലെങ്കിൽ ഭീകരരെ ഇല്ലാതാക്കിയതിനെപ്പറ്റി അഭിമാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ സ്വന്തം പാർട്ടിയിലുണ്ടെന്നും
എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മനസ്സിലാക്കണം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, മനുഷ്യന്മാർ തമ്മിലുള്ള യുദ്ധവും രാജ്യത്ത് നടക്കുകയാണ്. എല്ലാത്തിനും അവസാനം കണ്ടെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിരിക്കണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾക്ക് തക്കതായിട്ടുള്ള മറുപടി CPM പ്രവർത്തകർ പറയണം. അക്രമം അഴിച്ചുവിട്ടതാരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് അവർ തയ്യാറാവുകയും വേണം.